ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനൂസ് അമേരിക്കൻ ഡയറീസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഗായ്സ്, ഇവിടെ ലോങ് വീക്കെൻഡ് തുടങ്ങുകയാണ്. അതായത് ലേബർ ഡേനെ പ്രമാണിച്ച് ഞങ്ങൾക്ക് മൺഡേയും കൂടി ലീവ് ഉണ്ട്. അപ്പം സാറ്റർഡേ, സൺഡേ, മൺഡേ കിട്ടും. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ഈ ട്രെക്കിങ്ങും സൈറ്റ് സീയിങ്ങും ഒന്നും അല്ലാണ്ട് നമ്മളൊരു ക്യാബിൻ ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി തോട്ട് ഓഫ് സ്പെൻഡിങ് സം ടൈം ഇൻ ദ ക്യാബിൻ. പിന്നെ ലൈക്ക് എയർ ബി എൻ ബി. അപ്പം എയർ ബി എൻ ബിയിൽ ഞങ്ങൾ വിചാരിച്ചു യൂഷ്വലി നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാറൊക്കെയാണ്. ഇപ്രാവശ്യം ഞങ്ങളൊരു വെറൈറ്റി പിടിച്ചു. അതായത് ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഓരോ ഡിഷസ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആണ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഒക്കെ സെറ്റാണ്. ജോബിൻ ബീഫ് ഉണ്ടാക്കുന്നുണ്ട്, അതിലേട്ടൻ ചിക്കൻ റോസ്റ്റ്, പിന്നെ ചില്ലി ചിക്കൻ, ഞാനും നിക്കോട്ടനും ചില്ലി ചിക്കൻ, പിന്നെ ഫ്രൈഡ് റൈസ്, അങ്ങനെ പല ഡിഷസും ഉണ്ട്. പിന്നെ നീത്തു മുട്ടക്കറി ഉണ്ട്. അപ്പോൾ ബേസിക്കലി കുറേ ഡിഷസ് ഒരുമിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ കഴിക്കാനാണ് പ്ലാന്. സോ ദാറ്റ്സ് എ ഗുഡ് പ്ലാൻ. എപ്പോഴും പുറത്തുനിന്ന് കഴിക്കുന്ന അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഹോംലി ഫുഡ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇരുന്ന് കഴിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാമെന്നാണ്. പിന്നെ ഓഫ് കോഴ്സ് ഗ്രില്ലിംഗ് പരിപാടിയുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽ കഴിച്ചും ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എന്തായാലും കാണാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തായാലും ഈ വ്ളോഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വ്ളോഗ് ആയിരിക്കും. നിങ്ങൾ എൻ്റെ മെക്സിക്കോയും കാലിഫോർണിയ വ്ളോഗ് കണ്ട പോലെ നമ്മൾ ഫുൾ ടീം, നമ്മൾ മലയാളി ഫ്രണ്ട്സ് ഒരുമിച്ച് വീണ്ടും വരുന്ന ഒരു ഗെറ്റ് ടുഗെദർ ആയിരിക്കും അത്. അപ്പം ഗായ്സ്, ജോബിനും അറിയിപ്പോൾ എത്താനായി. അപ്പം നമ്മൾ നേരെ പോവാണ്. അതിന് മുന്നേ ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഇവിടെ സ്ഥിരം വരുന്നൊരു വിസിറ്ററാണ്. ഞങ്ങൾ ഇവിടെ നട്ട്സ് കൊടുത്ത് കഴിച്ചോ. ഇടയ്ക്ക് ഒരു 4-5 നട്ട്സൊക്കെ ഒരുമിച്ച് വായിലിടും. പക്ഷെ ഇത് കഴിക്കുന്ന കാണാൻ നല്ല രസമാണ്. കണ്ട, 2 നട്ട്സ് ഒരുമിച്ചിട്ട് വായിലിട്ടിരിക്കും. പക്ഷെ നല്ല ആളെപ്പോഴും ഇവിടെ വരാറുണ്ട്. നമ്മൾ കാഷ്യൂ കൊടുക്കാറുണ്ട്. എല്ലാ ടൈപ്പ് നട്ട്സും ഇഷ്ടമാണ്. ഇതാ നമ്മളുടെ മാൻഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ടിട്ട് ഭയങ്കര ഒരു ഉള്ളിലോട്ടുള്ള സ്ഥലം പോലെ തോന്നുന്നത്. ഓഫ് റോഡാ. സത്യമായിട്ട് കണ്ടിട്ട് എവിടെയൊന്നും ശരിക്കും ദൂരെന്ന് കണ്ടപ്പോ ഇതാണ് നമ്മളുടെ ഓക്കെ. ആ ദൂരെ കാണുന്നത്. ഓ കൊള്ളാലോ, പൊളി. ഓക്കെ ഓക്കെ. അല്ല, സംഭവം പൊളി കിട്ടാ. ഇത് നല്ല ലൈറ്റ് ഉണ്ടല്ലോ. നല്ല ഭംഗി. നമ്മളിതാ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അടിപൊളി മാൻഷൻ ആണ്. അവര് ഹൈഡ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. വ്ളോഗർ. സോ ഗുഡ്. അടിപൊളി അല്ലേ? തുറക്കും അറിയാം. ഓ, അകത്തുനിന്ന് തുറക്കും. ഇതെന്താ ഇവര് തുറക്കാത്ത? ഹായ്, എന്റെ വ്ളോഗിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നത്. നമസ്കാരം. നീത്തു, ഇതാലോ, ഇത് കുഞ്ഞു, ചെറിയാണ്. ഹലോ, ഹായ് ഗായ്സ്, എല്ലാരും ഉണ്ടല്ലോ. ഹിമ അടിച്ചു പൊളിക്കാൻ റെഡിയല്ലേ? കുറെ കാലത്തിന് ശേഷം എന്റെ വ്ളോഗിൽ വരും. അപ്പൊ ഇതാണ് നമ്മളെ ലിവിംഗ് റൂം. സോ ബ്യൂട്ടിഫുൾ ഹൗസ്. ഞാൻ ഇവിടെ നിന്നേല് വെച്ച ഏറ്റവും ബെസ്റ്റ് വീടാണ് കേട്ടോ. സോ ഗുഡ്. ലൈക്ക് ഇന്റീരിയർ വൈസ് ശരിക്കും ഒരു ഇംഗ്ലീഷ് ഹൗസ്.
ഓക്കെ ഇതൊക്കെ ഓ ഇതെല്ലാം ഉണ്ട് ഇവിടെ എന്താ നടക്കുന്നത്? ഹായ് ജോൺ, എന്തൊക്കെയാണ് വിശേഷം? കൊറേ ഇല്ല എന്റെ ബ്ലോഗിൽ വന്നിട്ട്. എന്താ ഉണ്ടാക്കാൻ പോന്നെ? ജോബിന്റെ ബീഫ് കറിയും പൊറോട്ടയും നല്ല ചൂടോടെ കഴിക്കാന്ന് വിചാരിച്ചു. താങ്ക് യു ജോൺ. നൈസ് ടു മീറ്റ് യു ഗൈസ്. ഉണ്ടോ ഗൈസ്? ഒട്ടുമില്ല അല്ലേ തണുപ്പ്? നമ്മളിപ്പോ എവിടെയാണ് പോവാൻ പോകുന്നത്? പ്രേതത്തിനെ കാണാൻ പോകുന്നത്. നമ്മളെ കാണുമ്പോ തന്നെ പ്രേതല്ലോ കെട്ടിപ്പോ ഇനി എന്നിട്ട് പ്രേതത്തിനെയും കൂടി പേടിപ്പിക്കാൻ. ഓ ഇപ്പോൾ ഏതൊക്കെ കഥയെ പറയുന്നുണ്ട്. ഗായ്സ് നമ്മളിവിടെ ഒരു ഹോണ്ടഡ് ഹൗസിലാണ് നിൽക്കുന്നത്. ഇവിടെ കുറെ മരണങ്ങൾ നടന്ന വീടാണെന്നാണ് പറയുന്നത്. മുഖം കാണുന്നില്ല. നിങ്ങൾ ഇവിടെ 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 പൊട്ടന്മാരല്ലേ? അത്ര ഇൻപുട്ട് ഇടുന്നുണ്ട്. ഒന്ന് ഓ വീൽ ചെയറിന്റെ നാളത്തേക്ക് വേണ്ടി കള്ളപ്പം ഇവിടെ ബാറ്റർ വെച്ചിട്ടുണ്ട്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. ബോൾ സെറ്റ്. ഡാൻസിൽ കിട്ടുമ്പോ വാരയിൽ കിട്ടുന്ന സാധനം വചനങ്ങളുടെ വേറൊരു വാക്ക് ഭാഗത്ത് തുടങ്ങി. അങ്ങനെയാണോ? അതെ അതെ. സ്നേഹത്തിന്റെ വാക്യം അല്ല, വാക്യം രണ്ടാമത്തെ വാക്കോ? രാവിലത്തെ ബഹളങ്ങളാണ്. അവിടെ ഒരു ഫൗണ്ടൻ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഗ്രിൽ പിറ്റ് അവിടെയാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിത്രയും അവിടെ പോയിട്ട് വേണം ഗ്രില്ല് ചെയ്യാൻ. ആ ഒരു ഏരിയ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കുറേ ചെയർസൊക്കെ ഇട്ടിട്ടുണ്ട്.
അപ്പം അവിടെ നമ്മൾ ക്യാമ്പ് ഫയറും ഗ്രില്ലിങ്ങും ഒക്കെ ചെയ്യാനാണ് പ്ലാന്. ഇതാണ് ഫ്രണ്ട് എൻട്രൻസ് ഈ മാൻഷൻ്റെ. ഞങ്ങൾ ആക്ച്വലി ബാക്ക് കൂടിയാണ് എൻ്റർ ചെയ്തത്. കാറ് ഇതിലെ കൂടെ വന്നു, ഇതിലെ കൂടെ കയറി 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 ഈ വഴി കൂടെ എത്തി എൻ്റർ ചെയ്തു. പക്ഷെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഗൈസ്. ഞങ്ങൾ ആക്ച്വലി ഈ റൂമിലാണ് നിന്നെന്ന് തോന്നുന്നു, ബിക്കോസ് ഞങ്ങൾക്ക് ഈ ഫ്രണ്ട് വ്യൂ കിട്ടുന്നുണ്ട്. നീത്തു എന്താണ് ഉണ്ടാക്കുന്നത്? അപ്പമാണ് ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ കള്ളപ്പം. അത് കോട്ടയാണോ? എവിടുത്തെ? കോട്ടയം സ്റ്റൈൽ. അപ്പൊ ഇത് ഫെർമെന്റ് ഒക്കെ ചെയ്ത് നല്ലോണം പൊന്തി വന്നു അല്ലേ? അടിപൊളി. കാണുമ്പോ നല്ല ഭംഗിയുണ്ട്. ആൻഡ് മുട്ടക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കിട്ടി ബിൻസി. പോളി 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 പോളി. ജംഗ ജഗ ജഗ. ഓ ഇത് ടാസ്ക് കേട്ടോ. ഇതെന്താ ഇത്രയും ഒന്നുമില്ല ഇവിടെ. ഇതെങ്ങനെയാ നിക്കുന്നത്? നമ്മള് ഇവിടെ നമ്മളെ തൊട്ടടുത്ത് വെള്ളം കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇതെന്താ തവള ഇവിടെ? ഓ വാവ്, ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്. കൊള്ളാം. എങ്ങനെയുണ്ട് മറിയ? തണുപ്പില്ല? നിനക്ക് തണുപ്പില്ല? ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. നമ്മൾ ഈ കേവിൻ്റെ ഉള്ളിലാണ് കയറിയ ഗൈസ്. നല്ലൊരു സ്പെഷ്യൽ സംഭവം. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പക്ഷെ എന്റെ ഇല്ലായിരുന്നു, എന്റെ ഹാർട്ട് ഇല്ല. അപ്പൊ ഞാൻ അതായത് നമ്മൾ തുരുപ്പ് ഏത് സിമ്പിൾ എന്നാണ്. ഇൻസ്പെക്ഷൻ ബൈ ടീച്ചർ. സൂപ്പർവൈസ്. ചേച്ചിന്റെ ക്യാൻസർ. ചിക്കൻ കറിയുണ്ട്, സ്ക്രാമ്പിൾഡ് എഗ് ഫോർ ഫ്രൈഡ് റൈസ്, പിന്നെ അവിടെ ചില്ലി ചിക്കൻ, ഇവിടെ ചില്ലി ചിക്കൻ. All set for lunch. ലഹിമ മുഖം കിട്ടുന്നുണ്ട്. മുഖം കൈ ബിൻസിന്റെ ഇൻസ്ട്രക്ഷൻ. പക്ഷെ നോവുന്ന പോലെ സട്ടിലായിട്ടാണ് ചെയ്തത്. എല്ലാരും എക്സൈറ്റഡ് ടു ഹാവ് ലഞ്ച്. യെസ്, റെഡി ടു ഈറ്റ്. ഗ്രാൻഡ് അല്ലേ? അപ്പം ഈ ട്രിപ്പ് വളരെ എന്താ പീസ്ഫുള്ളായിരുന്നു. ബഹളങ്ങളൊന്നും ഇല്ലായിരുന്നു. അതായത് ഈ സമയത്ത് ഇവിടെ എത്തണം, ഈ സമയത്ത് മറ്റേ സ്ഥലത്ത് പോകണം,
ഭയങ്കര എന്താ പറയുക ജാം പാക്ഡ് ആയിരിക്കും നമ്മളെ ഷെഡ്യൂള്. പക്ഷെ ദിസ് ടൈം ഇറ്റ്സ് ലൈക്ക് സോ പീസ്ഫുൾ. നമുക്ക് വലിയ പ്ലാനൊന്നുമില്ല, ജസ്റ്റ് വീട്ടിലിരുന്ന് ചില്ല് ചെയ്യുക, ഫുഡ് കഴിക്കുക, ഹോംലി ഫുഡ് കഴിക്കുക, പിന്നെ കുറച്ച് ഗ്രില്ലിങ് പരിപാടികളൊക്കെ. അപ്പോൾ ഇറ്റ് വാസ് ഫൺ, ലൈക്ക് എന്താ പറയുക, വെരി പീസ്ഫുൾ ആൻഡ് ഫൺ ഫിൽഡ് സ്റ്റേക്കേഷൻ. It's a really beautiful place. നമുക്ക് ശരിക്കും എന്താ ലോങ് വീക്കെൻഡ് ഒക്കെ കിട്ടും. പക്ഷേ 2 ദിവസം പോരാ. 2 ദിവസം പോരാ. എക്സാക്ട്ലി. നമുക്ക് കുറച്ചും കൂടെ ദിവസം ഉണ്ടായിരുന്നു. യു ക്യാൻ റിയലി സ്പെൻഡ് മോർ ടൈം ഹിയർ ആൻഡ് ഇറ്റ്സ് റിയലി ഫൺ. പിന്നെ പീസ്ഫുൾ, ലൈക്ക് ചുറ്റും എവിടെയും ബഹളമില്ല, ആൾക്കാരില്ല. വെരി 4 മണി വരെ ഇരിക്കാം. 4 മണി വരെ ഇരിക്കാം. എത്ര വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചില്ല് ചെയ്യാം. പിന്നെ നമുക്കൊരു ഫുൾ സ്പേസ് കിട്ടിയിട്ടുണ്ട് ഗ്രില്ല് ചെയ്യാൻ. ബാക്കി എല്ലാ ടീംസും റെഡിയാവാൻ പോയതാണ്. എന്നിട്ട് നമ്മൾ ഗ്രില്ലിങ് തുടങ്ങുന്നതായിരിക്കും. പ്രോൺസ് ഉണ്ട്, ഫിഷ് ഉണ്ട്, ബീഫ് ഉണ്ട്, സ്റ്റേക്ക് ഉണ്ട്, എല്ലാം. ചിക്കൻ, ഓഫ് കോഴ്സ് ചിക്കൻ, കുറെ ഐറ്റംസ് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ കാഴ്ചകളും അത് ഭയങ്കര ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. വന്നിട്ട് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ നമ്മളുടെ ഗ്രൂപ്പായിട്ട് ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത്. അതിന്റെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം, നല്ല അഭിപ്രായം, നല്ല വൈബ് അല്ലേ? യെസ്, താങ്ക് യു. എല്ലാം റെഡി. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ ഇവിടെ ഉള്ളത്. പറമ്പെന്ന് കൊറേ വുഡും മതി മതി. ചിരട്ട വേണോ? പ്രിമിറ്റീവ്. ഓക്കെ. ഓ മതി, സാധനം കിട്ടി, റെഡിയാ. ഇത് നിങ്ങളെ സ്വന്തം പറമ്പാ. നമ്മളെ ഏരിയ തന്നെയല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ചെറുതായിട്ടൊന്നും അല്ല, ഈ സാധനം ഒന്ന് മാറ്റിട്ട് ഇതിനെ നടുക്ക് വെക്കണമായിരുന്നു. അതിന്റെ സൈഡിൽ അവിടെ ഇവിടെ എല്ലാം കുത്തി കയറ്റി വെക്കും. അങ്ങനെയല്ല, ഇങ്ങോട്ട് വെക്കണം. ആംഗുലേഷൻ ശരിയല്ല. സെൻട്രൽ മേലിലേക്ക് വെക്കണം. അപ്പൊ കത്തി സൈഡിലേക്ക് ഇറങ്ങി വരും. പെട്ടെന്ന് കരിഞ്ഞു. പെട്ടെന്ന് ക്രാക്കർ എടുക്കും. ഓക്കെ, സോ നമ്മളെ മെൽറ്റഡ് മാഷ്മെല്ലോ ആൻഡ് ചോക്ലേറ്റ് should be in the front. Okay. Okay, Vinci, you have to try this first. Try that. Okay. Try it and give the honest review. Ready? Oh, looks yummy. Yummy. എങ്ങനെയുണ്ട്? അടിപൊളിയാ. ആ കോമ്പിനേഷൻ കൊള്ളാട്ടോ. ഹെർഷീസ് ചോക്ലേറ്റ് വിത്ത് മാഷ്മെലോസ് ആൻഡ് ബിസ്ക്കറ്റ്, അടിപൊളി കോമ്പിനേഷൻ. എല്ലാരും അത് ട്രൈ ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ച ട്രെൻഡിങ്ങിലാണ്. കേരള മര്യാദ വായിൽ വെക്കുമ്പോ തന്നെ അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം. എങ്ങനെയുണ്ട് പനീർ? സൂപ്പർ. നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മളെ ടെമ്പറേച്ചർ നോക്കുന്ന സംഭവം. അതൊക്കെ ഈ സ്റ്റേക്കിൽ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് കറക്റ്റ് ഇതാവാൻ.
മീഡിയം വെല്ലും മീഡിയം ഇത് മീഡിയം വെല്ല അത് മീഡിയം. The steak is ready. The steak is ready. The cake is ready. എങ്ങനെയുണ്ട്? How is it? Super. നോക്കട്ടെ. Oh, looks yum. ആ ഇത് ബട്ടർ ഗാർലിക് സോസ് അല്ലേ? Wow. അടിപൊളി വൈബാണ് ഗൈസ്. നമ്മൾ എത്തിയിരിക്കുകയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ പറയണം. കുക്കിന് സ്റ്റേക്ക് വേണ്ടത്. സഹനടിയാണോ അതോ മെയിൻ ആക്ടർ? അങ്ങനെയല്ല, ഒരു ക്വസ്റ്റ്യൻ. എന്ത്? ഹീറോയിനാണോ ആള്? യെസ്. 4 ക്വസ്റ്റ്യൻ ആയേ. നമ്മളെ പെട്ടിയും ഇതൊക്കെ എടുത്ത് വെച്ചു. പിന്നെന്താ, ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ഇന്നലെ ഭയങ്കര ഫുഡ് റെഡി ആയതുകൊണ്ട് ഇന്ന് കുറച്ച് ലൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഫുൾ നോൺ വെജൊക്കെ ഇങ്ങനെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. കാരണം രാവിലെയും പ്രോട്ടീൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഴിച്ചത് ഇന്നലെ ആയിരിക്കും. കാരണം ഗ്രില്ല് ചെയ്തപ്പോൾ ഫിഷ് ഉണ്ടായിരുന്നു, ഷ്രിമ്പ് ഉണ്ടായിരുന്നു, പനീർ ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കാണെങ്കിൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ചിക്കൻ കറിയും, രാവിലെ മുട്ടക്കറിയും അപ്പവും. അപ്പം മൊത്തം എനിക്ക് തോന്നുന്നു കൂടുതലായിരിക്കും പ്രോട്ടീൻ ഇൻടേക്ക്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ലൈക്ക് വൺസ് ഇൻ എ വൈൽ ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെന്താ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എടുത്ത് വെക്കുക അല്ലേ സാധനങ്ങളൊക്കെ. നിങ്ങളിപ്പോ വെക്കേറ്റ് ചെയ്യാൻ പോവാല്ലേ, ബാക്ക് ടു വെർജീനിയ. ഉറപ്പായിട്ട് മിസ് ചെയ്യും, അതിന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. Pincy, how was the staycation? It was awesome. It was awesome. It should have been a week, not for one day. Yeah. Right? And we should plan for the next one soon. അല്ലേ, അടുത്തത് പ്ലാൻ ചെയ്യണം പെട്ടെന്ന് തന്നെ. Yeah. നമുക്ക് മടിയിൽ വെക്കാം ഈ 2 ബാഗ്. ഇത് അത്യാവശ്യം ചിക്കൻ്റെ കാറിൽ വെച്ചിട്ട് നാളെ കൊണ്ടുവരാൻ.